പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേര് പറഞ്ഞാൽ എന്ന എൻ്റെ പങ്ക്തിയിൽ ഒരു പുതിയ വിഷയം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇങ്ങനെ ആയാൽ കോൺഗ്രസ് പാർട്ടി ഭരണം പിടിക്കും. ഈ വിഷയമാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ സമീപകാലത്തൊന്നും കാണാത്ത ഒരു പുതിയ അനുഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞാൽ കേരളത്തിലെ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിനുള്ള നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കും. ഇത് നേരിടുന്നതിന് വേണ്ടി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അടക്കമുള്ള BJP അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അണിയറ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ കഴിഞ്ഞകാല അനുഭവങ്ങൾ വെച്ച് പരിശോധിച്ചാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് നാമനിർദ്ദേശ പത്രിക സ്ഥാനാർത്ഥികൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതിയിലെ അവസാന മുഹൂർത്തത്തിലാണ് കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റുമായി രംഗത്ത് വരാറുള്ളത്. ഇത്തരം അനുഭവങ്ങളെ പുറന്തള്ളിക്കൊണ്ട് ഒരു അത്ഭുതം കണക്കെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസ് പാർട്ടിയുടെ 48 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതൊരു പുതിയ നല്ല തുടക്കം തന്നെയാണ്. കോൺഗ്രസ് പാർട്ടി നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ദേശീയ തലത്തിൽ വലിയ പ്രതിസന്ധിയിൽ മുന്നോട്ട് പോവുകയാണ്. തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, ദേശീയ തലത്തിലും സംസ്ഥാന നിയമസഭകളിലേക്കും മറ്റും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഓരോന്നും കഴിയുമ്പോൾ തിരിച്ചടികൾ ഏറ്റുവാങ്ങുന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കോൺഗ്രസ് പാർട്ടി മുമ്പോട്ട് പോകുന്നത്. ഇതൊക്കെയാണെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ തോതിലുള്ള എന്തെങ്കിലും ക്ഷീണമോ ആഘാതമോ ഉണ്ടായിട്ടില്ല എന്ന് പറയാം. പ്രവർത്തകർ ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിയെ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തന രംഗത്തുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് ഈ കോൺഗ്രസ് പാർട്ടിയെ കേരളത്തിൽ നയിക്കുന്ന നേതാക്കളാണ്. കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് രാഷ്ട്രീയം ഇല്ല എന്നത് നമുക്കാർക്കും ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ ഇനിയും അത്തരത്തിലുള്ള ഗ്രൂപ്പ് കളികളും നേതാക്കന്മാർ തമ്മിലുള്ള പാരവയ്ക്കലുകളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയാൽ ഇപ്പോൾ 2 ടേമായി പ്രതിപക്ഷത്ത് ഇരിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും ആഘാതം നേരിടുന്ന ഒരു ആവർത്തനം ഉണ്ടാകും എന്നത് വാസ്തവമാണ്. ഈ തിരിച്ചറിവ് ആയിരിക്കാം അടുത്ത വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ചും കേരളത്തിലെ കോർപ്പറേഷനുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും വിജയം നേടിയെടുക്കുക എന്നതും ആ വിജയമായിരിക്കും 4 മാസം കഴിഞ്ഞാൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന തിരിച്ചറിവും ആയിരിക്കണം യാതൊരു വിവാദത്തിനും കാത്തുനിൽക്കാതെ തിരുവനന്തപുരം നഗരസഭയിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിച്ചത്. ഇവിടെ നാം പരിശോധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളുടെ ചുമതല 3 ഏറ്റവും മുതിർന്ന നേതാക്കന്മാർക്കാണ് കൈമാറിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് ചുമതല ശ്രീ K മുരളീധരനും, കൊച്ചിയിൽ പ്രതിപക്ഷ നേതാവായ ശ്രീ VD സതീശനും, കോഴിക്കോട് കോർപ്പറേഷന്റെ ചുമതല മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു തയ്യാറെടുപ്പ്, മുൻകൂട്ടിയുള്ള ഒരുക്കം അതുതന്നെയാണ് കോൺഗ്രസിൽ കുറെ കാലമായി നഷ്ടപ്പെട്ടിരുന്നത്. അതിൽ തന്നെ തിരുവനന്തപുരം നഗരസഭയിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഇടവന്നത് നിഷ്പക്ഷമായി പരിശോധിച്ചാൽ അതിൻ്റെ ചുമതല K മുരളീധരൻ എന്ന ചടുലമായ രാഷ്ട്രീയത്തിൻ്റെ പ്രവർത്തന ശൈലിയുള്ള നേതാവിന് കിട്ടി എന്നതുകൊണ്ടായിരിക്കണം. മുരളീധരനെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ കേരളത്തിലെ സ്പീഡ് എന്ന വാക്ക് പര്യായമായി കൊണ്ടു നടന്നിരുന്ന നേതാവായിരുന്നു ലീഡർ ശ്രീ K കരുണാകരൻ.
അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴൊക്കെ ചീറിപ്പാഞ്ഞു പോകുന്ന മുഖ്യമന്ത്രിയുടെ വാഹനത്തെക്കുറിച്ച് പരാതികളും പരിഭവങ്ങളും നിരന്തരം ഉയർന്നുകൊണ്ടിരുന്നു. പക്ഷേ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഭരണകാര്യത്തിലും അതേ വേഗതയും അതേ ചടുലതയും കരുണാകരൻ എല്ലാ കാലത്തും പാലിച്ചു പോന്നിരുന്നു. മാത്രവുമല്ല, രാഷ്ട്രീയമായ കരുനീക്കങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി നടത്തുന്നതിലും ഈ ചടുലതയും വലിയ തോതിലുള്ള കാര്യപ്രാപ്തിയും അദ്ദേഹം കാണിച്ചിരുന്നു. അങ്ങനെയുള്ള ലീഡറുടെ മകനാണ് ശ്രീ കെ മുരളീധരൻ. ആ ജന്മഗുണം കൊണ്ടായിരിക്കണം ഇടക്കാലത്തേക്ക് അദ്ദേഹം വലിയ തോതിൽ പാളിച്ചകൾ പ്രവർത്തനത്തിൽ കാണിച്ച് തിരിച്ചടികൾ ഏറ്റുവാങ്ങിയെങ്കിലും കോൺഗ്രസിലേക്ക് തിരിച്ചു വന്ന ശേഷം കേരളത്തിലെ മുതിർന്ന നേതാക്കളിൽ ഏറ്റവും ജനസ്വാധീനമുള്ള, കാര്യമാത്ര പ്രസക്തമായി സംസാരിക്കുന്ന, ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്ന ഒരു നേതാവായി മാറിയത്. ആ ഗുണം കൊണ്ടുകൂടിയായിരിക്കണം തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഇടവന്നത്. ഇതേ രാഷ്ട്രീയ ശൈലി, ഇതേ പ്രവർത്തന ശൈലി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി മറ്റ് കോർപ്പറേഷനുകളിലും ജില്ലാ പഞ്ചായത്ത് കാര്യങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിട്ടുള്ള മറ്റിടങ്ങളിലും മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരുക്കി പാർട്ടിയെ സജ്ജമാക്കുവാൻ കഴിഞ്ഞാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 60% സീറ്റുകളിലേക്ക് കോൺഗ്രസിനും UDF-നും വിജയിച്ചു കയറുവാൻ കഴിയും. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുമുന്നണിയുടെയും കൈപ്പിടിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സംവിധാനമാണ്. കോൺഗ്രസ് ഒരിക്കലും 40%-അപ്പുറത്തേക്ക് വിജയം നേടിപ്പോയിട്ടില്ല. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രവർത്തന കാര്യങ്ങളിൽ ഉയർന്നിട്ടുള്ള പരാതികളും പരിദേവനങ്ങളും പരിഭവങ്ങളും ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ ഭരണവിരുദ്ധ വികാരം കോൺഗ്രസ് പാർട്ടിക്കും അതിൻ്റെ നേതാക്കൾക്കും UDF-ന്റെ ഘടകകക്ഷികൾക്കും നേതാക്കൾക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് മുതലെടുക്കുവാൻ കഴിഞ്ഞാൽ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാര്യമായ നേട്ടം ഉണ്ടാക്കുവാൻ കഴിയും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 4 മാസത്തിന് ശേഷം നടക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ ആണ്. അതുകൊണ്ട് തന്നെ സെമി ഫൈനലിൽ കാര്യമായ മുന്നോട്ട് പോക്കും നേട്ടവും വിജയവും സ്വന്തമാക്കിയാൽ കോൺഗ്രസിന് അതേ ആർജവവും അതേ ഊർജവും നിലനിർത്തിക്കൊണ്ട് ജനങ്ങളുടെ വിശ്വാസം ഒരിക്കൽ കൂടി നേടുവാനും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടി അധികാരത്തിൽ വരുവാനും കഴിയും എന്നത് ഒരു വസ്തുതയാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തന ശൈലിയിലേക്ക് കേരളത്തിലെ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് പ്രവർത്തനം തുടങ്ങും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.